ഇത് കണ്ടോ, നമ്മൾ പാവലൊക്കെ പൂവിട്ട് കായ്ക്കാൻ തുടങ്ങി, അടിപൊളിയായിട്ട് വരുന്നു. പാവല്, പടവലം, ഇത് ചൊരക്ക എല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഈ പാവല്, പടവലം പോലുള്ള പച്ചക്കറികൾ ഇവിടെ ഗ്രീൻ ഹൗസിൽ കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2 വർഷം മുമ്പ് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്, നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. കാരണം ഈ ഗ്രീൻ ഹൗസിൽ നമ്മൾ പരാഗണം ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഈ പറയുന്ന ഈ പച്ചക്കറികൾ പിടിക്കത്തില്ല, അത് പൊഴിഞ്ഞു പോകും. 2 വർഷം മുമ്പ് ഒരു പടവലം നല്ല രീതിയിൽ വന്നു, അതിൻ്റെ കായ്കൾ വരും, കുറച്ച് കഴിയുമ്പോൾ മഞ്ഞച്ച് താഴെ പോയി. ഞാൻ വിചാരിച്ചത് ആ വിത്തിൻ്റെ കുഴപ്പമായിരിക്കും വിചാരിച്ച് മുറിച്ചു കളയും. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന പാവലിനും ഇതേ അവസ്ഥ. അപ്പോൾ ഞാൻ പിന്നെ ഡബിളിനുള്ള നമ്മുടെ അനീഷേട്ടൻ, പുള്ളി ഗ്രീൻ ഹൗസിലൊക്കെ കൃഷി ചെയ്യുന്ന പുള്ളിയോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, നമ്മളിതിനകത്ത് പരാഗണം ചെയ്ത് കൊടുക്കണം. അതായത് പെൺപൂവ് കുറച്ച് ആൺപൂവിൽ ഇങ്ങനെ മുട്ടിച്ച് കൊടുത്തെങ്കിൽ ആ പൂമ്പൊടി അതിൽ വീണെങ്കിൽ മാത്രമേ അത് പിടിക്കത്തുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നല്ല റിസൾട്ടായിരുന്നു. കാരണം ഈ ഗ്രീൻ ഹൗസിനകത്ത് സ്വാഭാവികമായിട്ടുള്ള ഈച്ചകൾ, വണ്ടുകൾ, തേനീച്ച ഇതൊന്നും വരത്തില്ല. അതുകൊണ്ട് പരാഗണം നാച്ചുറലി നടക്കുന്നില്ല, നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു ഇത് ശ്രദ്ധിക്കുക, ദിവസവും രാവിലെ വരിക. കാരണം രാവിലെയാണ് ഇതുണ്ടോ, ഇവിടെയൊക്കെ ഉണ്ടോ പൂവൊക്കെ വിരിഞ്ഞിപ്പോണ്ട്. ഇന്നിപ്പോൾ 5-6 എണ്ണത്തിന് പരാഗണം ചെയ്ത് കൊടുത്തതുകൊണ്ട് നല്ല റിസൾട്ട് വരും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് പെൺപൂവ്, ഇത് കണ്ടോ ആൺപൂവ്. അതിൽ നമ്മളിതിങ്ങനെ പൂമ്പൊടി ഇങ്ങനെ മുട്ടിച്ച് കൊടുക്കുക. ഇതിന് നന്നായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.